എത്ര വാഴയാ പോയാ മൊത്തം? ഒരുപാട് വാഴ പോയി. ഒരുപാട് പോയി അല്ലേ? ആന ശല്യല്ലേ ഇവിടെ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നിങ്ങൾ താഴേക്ക് പോയി. ഇത് എവിടുന്ന് ആന ഇറങ്ങി വരുന്ന? മോളിന്നാ? മോളിൽ നിന്നും വരും, ആ വഴി കൂടെ വരും. വഴി കൂടെ വരും അല്ലേ? ഫോറസ്റ്റ് ഉണ്ടോ മുകളില്? ഉണ്ടല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇത് ആന ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോറസ്റ്റുകാരെ വിളിക്കുമോ? വിളിക്കും. ആണല്ലേ? എത്തുമോ അവര്? പിന്നെ വരും. ആണല്ലേ? വന്നാലോ ഓടിക്കുമോ? ഓട്ടിക്കാ വരും. മൊത്തം ഈ പറമ്പ് വെളുപ്പിച്ചല്ലേ? എല്ലാം പൊളിപ്പിച്ച് സങ്കടം വന്നു പോയി അല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 8ാമത്തെ വാർഡായ എടപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായ കാട്ടാനശല്യമാണ്. കാട്ടാനശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് നിരത്തി ഈ ഒരു പ്രദേശം. സംഭവം നടന്നിട്ടിപ്പോൾ ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. ഏതായാലും ആ സംഭവ സ്ഥലം ഒന്ന് കാണാൻ പോവുകയാണ്. വളരെ ഭീകരമാണ് അവസ്ഥ. നിരവധി കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ വഴിയിൽ നിന്ന് തൊട്ട് നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്ക് ഈ നാട്ടുകാരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വലിയൊരു കയറ്റം കയറി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ കയറി ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ നിരവധിയായിട്ട് കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും ആന ഇങ്ങനെ നശിപ്പിച്ചിട്ടത് മാത്രമേ കാണാനായിട്ടുള്ളൂ. കണ്ടോ? ഇവിടെയൊക്കെ വീട്, അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ അങ്ങോട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഫോറസ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അതായത് ആന മണിക്കൂറുകൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് താണ്ഡവം ആടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ നമുക്കറിയാനായിട്ട് സാധിച്ചതാണ് കേട്ടോ. ഇവിടെയൊക്കെ നിന്ന വാഴക്കൂട്ടങ്ങളൊക്കെ കംപ്ലീറ്റും ആന കളഞ്ഞാണ്. മാത്രമല്ല ഈ വഴി ഇങ്ങനെ കുറച്ച് ദൂരമുള്ളൂ, ഈ ഒരു കോൺക്രീറ്റ് റോഡ് താഴേക്ക്. അത് കഴിഞ്ഞാൽ റോഡും തീർന്നു. അവിടം വരെ ആനിങ്ങനെ പോയതൊക്കെ നമുക്ക് കാണാം. അങ്ങ് ദൂരെ ആന പെണ്ണൊക്കെ കിടക്കുന്ന കാണാം. ഈ വഴി കൂടെയുള്ള, അതായത് ഈ പോകുന്ന വഴിക്കും പറമ്പിൽ കൂടെയുള്ള കംപ്ലീറ്റ് വാഴകളും ആന നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് മുകളിൽ കുറച്ച് വീടുകളുണ്ട്. ആ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ ആദ്യം പോകാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിലേക്ക് ആന ഇറങ്ങി വന്ന വഴികളാണ് നമ്മളൊക്കെ ചവിട്ടി പരത്തി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ കുറേ വാഴ കൂട്ടം നിന്നാണ്. ഒന്നുമില്ല കേട്ടോ, ഒന്നും കാണാനില്ല. ഒരു കുന്നിൻ്റെ ചെരുവാണ്. കയറി മുകളിലേക്കൊന്ന് കയറി നോക്കാം. അവരുടെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത്. അവരുണ്ടാക്കിയ ചവിട്ടി നടന്ന് കയറി പോകാനുള്ള വഴി. അത് മൊത്തം ആന ചവിട്ടി കളഞ്ഞു കേട്ടോ. ആനപ്പിണ്ടം റോഡും കയ്യാലയും കംപ്ലീറ്റ്. അത് വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. 5-8 ആനയൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെയാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചത്. ഇതുണ്ടോ, ചെറിയ ആനക്കുട്ടി വരെയുണ്ട്. ഇതാ ആനക്കുട്ടിയുടെ പിണ്ടമാണ് ഈ കാണുന്നത്. ഇവിടെ നിരവധിയായിട്ട് കിടപ്പുണ്ട്. ഇവിടെ നിന്നൊരു വാഴ നിന്നൂന്ന് പോലും തോന്നുന്നില്ല കേട്ടോ. ചവിട്ടി ഇറങ്ങി വന്ന പാടുകൾ. ഇതാ പല പല സൈസിലുള്ള ആനപ്പിണ്ടങ്ങളാണ്. അതായത് ഈ ഒരു കുന്നേൽ നിറച്ചും വാഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഒറ്റ വാഴ പോലും കാണാനില്ല. ഇതിലൊക്കെ ചവിട്ടി ഇറങ്ങി നടന്നു വന്നാണ്. അവിടുന്ന് ഇതിലേ ഇറങ്ങി വന്നു. ഇതിൻ്റെ മുകളിൽ വീടുണ്ട്. കണ്ടോ കണ്ടോ, കംപ്ലീറ്റ് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ പ്രദേശത്തൊക്കെ കംപ്ലീറ്റ് വാഴ നിന്നിരുന്നായിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. അവിടെയൊക്കെ ആയതാലും അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. ഇതുണ്ട്, ഈ ഓരോ പടി കൂടെയും വാഴകളുണ്ടായിരുന്നായിരുന്നു. ഒരു വാഴ പോലും ഇനി ബാക്കിയില്ല. വാഴ ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന കുറച്ച് വാഴയുടെ ഇല ഉണങ്ങി നിൽക്കുന്നത് മാത്രം കാണാം കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ എവിടെ നോക്കിയാലും ഈ ഒരു കാഴ്ച മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഇതുണ്ട്, ഇവിടെയും കളഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നിന്ന വാഴകളൊക്കെ കളഞ്ഞു. ഇതുണ്ടോ, ഇടിച്ചിറങ്ങി വന്നേക്കുന്നതൊക്കെ കാണാം. ഇവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആനപ്പിണ്ടം കൂട്ടമായിട്ട് കിടക്കുന്നതാണ്. അവരുടെ കാലിലൊക്കെ മറിച്ചിട്ടേക്കുന്ന
മുകളിൽ വീടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇത് കട്ടാക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കാനായിട്ട് നമ്മളിത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിറച്ചും വാഴ നിന്നിരുന്നായിരുന്നു, ഒന്നും കാണാനില്ല കേട്ടോ. ഇതുണ്ടോ, ആനപ്പിണ്ടം മാത്രമേ കാണാനുള്ളൂ. വാഴയൊക്കെ ചവിട്ടി നിരത്തുക, ഇതിലേക്കാണ് ഇറങ്ങി വന്നേക്കുന്നത്. കണ്ടോ, ഇടിച്ച് നിരത്തി നല്ല വൃത്തിക്ക് നിന്ന പറമ്പായിരുന്നു, പക്ഷെ ഒന്നും ഇനിയിപ്പോൾ കാണാനില്ല. ഇതാ ഇവർ നടാനായിട്ട് കൊണ്ടുവന്ന വെച്ച കശുമാവൻ തൈയാണ്. ഇവിടെയുള്ള കശുമാവൊക്കെ തീർന്നെന്നാണ് അവർ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ സംസാരിച്ചായിരുന്നു, നമ്മളവരെ ഒന്ന് കാണുന്നുണ്ട്. ക്യാമറയിൽ കൂടെ സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കേട്ടോ, ഇതിലേക്ക് ഇടിച്ച് നിരത്തി ഇങ്ങനെ ഇറങ്ങി വന്നേക്കണം കേട്ടോ. ഭീകരമായ അവസ്ഥ, കൊടും ഭീകരമായ അവസ്ഥ. കേട്ടോ, ഇടിച്ച് നിരത്തി ഒരു JCB കയറി പോയ പോലെ കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ. കേട്ടോ, വാഴ കിടക്കുന്നുണ്ടോ, വാഴ ഉള്ളിടത്തോളം വാഴ കംപ്ലീറ്റും കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങ് ദൂരേക്ക് നോക്കിയാലും അവിടെയും കാണാം. ഉണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ കംപ്ലീറ്റ്. ഇവിടെ ഒരു കവുങ്ങ് നിൽപ്പുണ്ടായിരുന്നു. കവുങ്ങിൻ്റെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ആരോ മരത്തിൻ്റെ ഒക്കെ കൊമ്പൊടിച്ച് ഇട്ടിരിക്കുന്നതും കാണാം. അങ്ങോട്ട് അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ കൂടെ, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓരോ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇതേപോലെ നിരവധി കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരൊറ്റ വീടുള്ളൂ അല്ലേ? ആ വരാം. ഇവിടെയൊക്കെ ഇടിച്ച് ഇതിലേക്ക് എത്ര സ്റ്റെപ്പ് കുന്നിൻ്റെ ഇതുണ്ടോ, ഇതിലേക്ക് നടന്ന് കയറി ഒരു വീടിൻ്റെ മുറ്റത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ആ മുറ്റത്ത് നിന്നിട്ട് ബാക്കിയാണ് കേട്ടോ. ഇങ്ങോട്ടും കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റെപ്പൊക്കെ ഇതാ പൊട്ടിയിരിക്കുന്നത് ഇതുണ്ടോ, നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. മുറ്റത്തെത്തിയായിരുന്നല്ലേ, മുറ്റത്ത് വന്നായിരുന്നല്ലേ? ഉണ്ടോ, അതെ. ആണ് ഇതിൽ അങ്ങോട്ട് കയറി ഇത് ഇറങ്ങിപ്പോയതാ, ഇറങ്ങിപ്പോയതല്ലേ? ഇത് മൊത്തം ഇടിച്ച് കളഞ്ഞു കേട്ടോ. ഓരോ കൈ ഇതിൻ്റെ ഉള്ളിൽ കയറിയാ? ഷെഡിൻ്റെ ഉള്ളിൽ കയറി എന്നാട്ടാ ചേച്ചി പറയുന്നത് അല്ലേ? ആ വരാം. വീടിൻ്റെ മുറ്റത്തേക്ക് കയറിയായിരുന്നു. ഇവരുടെ വീടാണ് കേട്ടോ. എന്താ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കവുങ്ങൊക്കെ മറിച്ചിട്ടേക്കുന്നുണ്ടോ, കവുങ്ങ് ഒട്ടിച്ച് തിന്നിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ആ താഴത്തെ ബാലൻസ് കാണാനുള്ളത് നിരവധിയാണ്. ഇവിടെയൊക്കെ ഓരോ കുപ്പികൾ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന വന്നാൽ അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ മരത്തിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചേക്കുന്നുണ്ടോ, ഒട്ടിച്ച് നശിപ്പിച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. നിരവധി കൃഷിയാണ് ഇവിടെ കാണാതിരിക്കുന്നത്. ഇപ്പുറത്തോട്ടും ഇതല്ലോ ആനപ്പിണ്ടം കിടക്കുന്നു, ഇതേപോലെ കുപ്പി കിടക്കുന്നു. കുപ്പിയുടെ ഒച്ച കേൾക്കാം. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കക്കൂസ് ടാങ്കിൻ്റെ സ്ലാബൊക്കെ ഉണ്ടായിരുന്നു, പൊട്ടാതിരുന്ന നന്നായി. അവിടെ സോളാർ വെച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ ഇലക്ട്രിക് ഫെൻസിൻ്റെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. സോളാറിൻ്റെ പാനലൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ഇനി എവിടെയാ ചേച്ചി കളഞ്ഞേക്കുന്നത്? അങ്ങോട്ടാ? ഇതൊക്കെ ആന കൊണ്ടുവന്നിട്ടാ?
ഇവിടുന്ന് പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കോ കേട്ടോ. ഇതിലെ മുകളിലേക്ക് കയറിയോ? ഇത് കയറുവാണോ ഇറങ്ങുവാണോ ഇതേ? എല്ലാം ചെയ്യല്ലേ, ഇറങ്ങുകയും ചെയ്യും കയറുകയും ചെയ്യുന്നു പറഞ്ഞേ. ഈ സ്റ്റെപ്പേ കൂടെ ഒക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ. നശിപ്പിച്ചിട്ടുണ്ടല്ലേ മൊത്തം, നേരത്തില്ലേ. ഭീകരമായ അവസ്ഥ കേട്ടോ. പോലെ ചേച്ചി ഇതുണ്ടോ, ഇതുണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ കംപ്ലീറ്റ് അടിച്ച് നിരത്തി വെച്ചേക്കാണ്. ഇതിൽ നടന്നു പോയാൽ വളരെ ഭീകരമായ ഒരു അവസ്ഥ കേട്ടോ. ഇതുണ്ടോ, കവുങ്ങുമില്ല, കവുങ്ങും തൈകൾ കളഞ്ഞു. നിരത്തി വെച്ചേക്കണം കംപ്ലീറ്റ് വാഴ. ഇതൊക്കെ ഇഷ്ടംപോലെ വാഴ ഉണ്ടായിരുന്നു, കാണുമ്പോൾ തന്നെ അറിയാം. വാഴയുടെ തോല് മാത്രമേ ഉള്ളൂ കേട്ടോ. ആനപ്പിണ്ടവും വാഴയുടെ തോലും മാത്രമേ ഉള്ളൂ, ഇതൊന്നും കാണാനില്ല. ഇങ്ങോട്ട് താഴേക്ക് നോക്കിയാൽ ഇത് തന്നെ കണ്ടോ, ആനപ്പിണ്ടവും ആ പ്രദേശം മൊത്തം അടിച്ച് നിരത്തി കാലിയാക്കി വെച്ചേക്കും കേട്ടോ. കംപ്ലീറ്റും കളഞ്ഞു, കളയാനായിട്ടൊന്നും ഇനി ബാക്കിയില്ല. ഇതുണ്ടോ മുകളിലേക്കുണ്ടല്ലേ, കംപ്ലീറ്റ് നശിപ്പിച്ചു കേട്ടോ. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് തന്നെ ഇതാ, ഇതിലേക്ക് ഇറങ്ങി വന്നേക്കുന്നതാണ്. പിണ്ടം കിടക്കുന്ന കാണാം. അടുത്ത ഇത് മുകളിലേക്ക് കയറിയാലും ഇത് തന്നെ കാണാമല്ലോ. ഇതിലെയും ഇങ്ങനെ കംപ്ലീറ്റ് നശിപ്പിച്ച് ഇതാ ഇവിടെയൊക്കെ വാഴകൾ നിന്നാണ് അങ്ങ് മുകളിൽ ഇതുണ്ടോ, അതൊക്കെ ഇടിച്ച് വെച്ചേക്കുന്നുണ്ടോ, അതിലേക്കാണ് ഈ ഇറങ്ങി വന്നേക്കുന്നത്. പറമ്പിൽ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി പോയാൽ ഇത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഇതിലേയും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ നടന്ന് പോയ പാടും മണ്ണിടിച്ച് വെച്ചേക്കുന്നൊക്കെ കാണാം കേട്ടോ. ഭീകരമായ അവസ്ഥ തന്നെയാണ് കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ശാന്ത. ചേച്ചിയുടെയോ? കല്യാണി. എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? 10-20 വർഷങ്ങളായി. ആണല്ലേ. എന്ന് ചേച്ചിയുടെയാണോ സ്ഥലം? സ്ഥലത്തിൻ്റെ ഉടമ സഹായമുള്ളേ ആണല്ലേ, എൻ്റെ അമ്മാവന്. ഇതാരുടെ നിങ്ങൾ കൃഷി ചെയ്താണോ ഇത്? വാഴ ഞങ്ങളുടെ തന്നെയാ സ്വന്തം. ആണല്ലേ. എത്ര വാഴയാ പോയ മൊത്തം? ഒരുപാട് വാഴ പോയി. ഒരുപാട് പോയില്ലേ. ഇത് സംഭവം നടന്നിട്ട് ഇപ്പം എത്ര ദിവസമായി? 2 ആഴ്ചയായി. അത്ര ആയില്ലേ. ഇത് നിങ്ങൾ അറിയുമോ രാത്രി? അപ്പോൾ പിന്നെ ഈ വീട്ടിൽ താമസമുണ്ടോ? ഇവിടെ ആരില്ല. ആരില്ലല്ലേ. ആന ശല്യമല്ല ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം നിങ്ങൾ താഴേക്ക് പോയി. ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു മൊത്തം? ഇവിടെ ഒരു വീടേ ഉണ്ടായിട്ടുള്ളൂ. ആണല്ലേ. ആനയുടെ ശല്യം കാരണം ഇവിടെ നിന്ന് ഇട്ടിട്ട് പോയതാ. ഈ മുറ്റത്തൊക്കെ ആന വരും അല്ലേ. പിന്നെ ഇപ്പൊ എത്ര താഴെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഇവിടുന്ന് കുറച്ച് പോണം. ആണല്ലേ. ഇവിടെ ഏറ്റവും അടുത്ത് ആൾ താമസമുള്ള വീട് ഏതാ? ആ വീട്ടിൽ താമസമുണ്ടോ? അവിടെ ഉണ്ട്. ഉണ്ടല്ലേ. അവിടെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ, കാണാൻ തോന്നുന്നു. ഈ വീട്ടിലോ? ഇവിടെയോ? അവിടെ ആളുണ്ട്. ഇവിടെ താമസിക്കുന്നുണ്ട്. ആ റോഡിൽ നിന്ന് മുകളിലല്ലേ. അങ്ങനെയാണ് വണ്ടി നിർത്തിയത്. ഇത് എവിടെ നിന്ന് ആന ഇറങ്ങി വരുന്ന? മുകളിൽ നിന്നാ? മുകളിൽ നിന്നും വരും, ആ വഴി കൂടെ വരും. വഴി കൂടെ വരും അല്ലേ. ഫോറസ്റ്റ് ഉണ്ടോ മുകളിൽ? ഉണ്ടല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് ആന ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോറസ്റ്റുകാരെ വിളിക്കുമോ? വിളിക്കും. ആണല്ലേ. എത്തുമോ അവര്? പിന്നെ വരും. ആണല്ലേ. വന്നാലോ ഓടിക്കുമോ? ഓട്ടിക്കാ വരും. ഓട്ടിച്ച് കഴിഞ്ഞ് പിന്നെ അവരങ്ങോട്ട് പോകും. അന്നേരം പിന്നെ ആന ഇറങ്ങി വരും. പോയ പോലെ തന്നെ ഇറങ്ങി വരും. ഇത് കൃഷി ഒന്നുമില്ലല്ലേ. ഈ കവുങ്ങൊക്കെ പോയില്ല. അതെ, എല്ലാം പോയി. കവുങ്ങൊക്കെ ചരിച്ചിട്ടേക്കുന്നുണ്ടോ? താഴെ നോക്കിയപ്പോൾ മനസ്സിലായില്ല. മൊത്തം ഈ പറമ്പ് വെളുപ്പിച്ചല്ലേ. എല്ലാം പൊളിപ്പിച്ച് സങ്കടം വന്നു പോയി അല്ലേ. കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റിയല്ലേ. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം എല്ലാം സംസാരിച്ചോ? നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആണല്ലേ. മോളിൽ ഫെൻസിങ് ഉണ്ടോ? കറണ്ടിൻ്റെ ഉണ്ടോ? പക്ഷെ അവർ ഇതേവരെ കണ്ടിട്ടില്ല. കറണ്ട് ഇല്ലേ? കറണ്ട് ഇല്ല. ഇല്ല. ഇല്ലാത്തോണ്ട് ആന ഇറങ്ങുന്നത്. ഇപ്പം ഏറ്റവും അവസാനം എന്നാ ആന വന്നേ? ഏറ്റവും അവസാനം എന്നാ ആന വന്നേ? വേനയ്ക്കും വരും, ഈ സമയം വരും. അല്ല, ഇന്നലെയൊക്കെ വന്നായിരുന്നോ? ഇന്നലെ വന്നില്ല. മിനിഞ്ഞാന്ന് വന്നില്ല. അതിന് മുന്നേ ഒക്കെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നേ വരെ ആന ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു?
അംബേദ്കർ കോളനി, എടപ്പി അംബേദ്കർ കോളനി. അംബേദ്കർ കോളനി അല്ലേ? അംബേദ്കർ അല്ലേ? ആ, അംബേദ്കർ കോളനിയല്ലോ. എടപ്പുഴ ടൗൺ ഇവിടെ ആ മലയുടെ അങ്ങ് താഴെയാട്ടോ. നമ്മൾ ഒത്തിരി മുകളിലാണ് നിൽക്കുന്നത്. വലിയൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കുറേ കയറിയിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ. എന്നാലും ആനയുടെ മുമ്പിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലേ? രാത്രി എത്ര മണിയായി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങിയാലായിരിക്കും അല്ലേ? 6 മണി കഴിഞ്ഞാൽ ഇറങ്ങൂല, വീട്ടിൽ തന്നെ ഇരിക്കും. നിങ്ങളൊക്കെ ഇതിന് മുന്നേ ഇവിടെ വരുന്നതിന് മുന്നേ എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾ താഴെ. ആ, അപ്പം ഇത് സർക്കാർ വെച്ച് തന്ന വീടാ അല്ലേ? പക്ഷെ ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ചേച്ചിയുടെ പേരെങ്ങനെയാ? കല്യാണി. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇവിടെ? പിന്നെ ചേച്ചി ഇപ്പോൾ താമസിക്കുന്ന എവിടെയാ? എല്ലാം അവിടെ തന്നെയാ, താഴെ അല്ലേ? പകൽ ഇങ്ങോട്ട് കയറി ഒന്ന് നോക്കൂലേ പറമ്പ്? അങ്ങനെ പറ്റുള്ളൂ, രാത്രി വന്നു കഴിഞ്ഞാൽ കണക്കാ അല്ലേ? കുറേ ആന ഉണ്ടെന്ന് തോന്നുന്നല്ലേ? പല പല സൈസ് പിണ്ടങ്ങൾ കാണുന്നുണ്ടല്ലോ. കൂട്ടമായിട്ട് വരുന്നതെന്ന് തോന്നുന്നല്ലേ? കൂട്ടായിട്ട് വരുന്നതാ അല്ലേ? ഇത് എത്ര വർഷമായി ഇങ്ങനെ ആനയുടെ പ്രശ്നം തുടങ്ങിയിട്ട്? അത് ഈ ആണ്ടിൽ മാത്രം ഇത്ര ആയതല്ലേ? കുറച്ചുനേരം വിളിച്ചാൽ വരുമല്ലേ? അല്ലേ? നിങ്ങൾ ഓടിക്കാൻ കൂടെ പോവോ? ഇല്ലല്ലേ? ഞങ്ങളൊന്നും പോവില്ലേ. ചേട്ടന്മാരും പോവില്ല? ചേട്ടന്മാരും പോവും, അവരും പോവും. അല്ലേ? വലിയ പ്രയാസമല്ലേ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് രാത്രി വണ്ടി വിളിച്ചാൽ വരുമോ അങ്ങോട്ട്? വണ്ടി വിളിച്ചാൽ എല്ലാവരും വരും. അല്ലേ? ആ ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ഷെഡിൻ്റെ ഉള്ളിൽ ആന കയറിയെന്ന്. ഷെഡിൻ്റെ ഉള്ളിലും ആനയുടെ ചവിട്ടടികളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതോ ഇതിൻ്റെ അകത്തോടെയും കയറി പോയിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിപ്പോയതാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ നേരെയാക്കി വെച്ചതാണ് കൂടി. ഈ സ്ഥലത്തിൻ്റെ ഇരുവശവും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല കൈവരിയൊക്കെ കെട്ടി ഇൻ്റർലോക്കൊക്കെ ചെയ്ത നല്ല വഴിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെയൊന്നും ഇപ്പോൾ ആരും താമസമില്ല, എല്ലാവരും തന്നെ ഒഴിവായി പോയിട്ടോ. അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ആന കയറിപ്പോയതാണ് കേട്ടോ. മൊത്തം ചവിട്ടി നിരത്തി ആനപ്പിണ്ടം മാത്രമേ പ്രദേശത്തൊക്കെ കാണാനുള്ളൂ. കണ്ടോ, ഇതൊക്കെ ചവിട്ടി നിരത്തി ഇറങ്ങി പോയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കലാപരിപാടിയാണ് ഇതെല്ലാം. നിരത്തി കേട്ടോ. എൻ്റെ മുകളിൽ നിന്നാണ് ആന ഇറങ്ങി വരുന്നത്. ഇവിടെ ഒന്നും നിന്ന വാഴകളൊന്നും കാണാനില്ല. കണ്ടോ ആനപ്പിണ്ടം എത്രയാണ്. അതുപോലെ ഇവിടും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വീടുകളുള്ളതാണ്. ആളുകളൊക്കെ പേടിച്ചിട്ട് ഈ ശല്യം കാരണം ഒഴിവായി പോയതാട്ടോ. എത്രയാണ് ചവിട്ടി നിരത്തിയേക്കുന്നത് നിങ്ങൾക്ക് തന്നെ നോക്കി കാണാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ പല പല വീടുകളുണ്ട് കേട്ടോ. അതുപോലെ ഈ മരത്തേലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്ലാവ് ഉണ്ടായിരുന്നു തന്നെ. ഈ പ്ലാവേലൊക്കെ കുത്തിയേക്കുന്നതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ചക്ക പറിക്കാനായിരിക്കും. ഇവിടെയൊക്കെ ചവിട്ടി നിന്ന പാടുകളും കാര്യങ്ങളും ഇതിൻ്റെ കമ്പൊക്കെ ഒടിച്ചിട്ടേക്കുന്ന കാണാം. ഇതിലൊക്കെയാണ് ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും കേട്ടോ. വളരെ ഡേഞ്ചറസ് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ആ വീടിൻ്റെ മുറ്റം വരെ പോയിരുന്നു കേട്ടോ. നമ്മളേതായാലും ഇനി അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളേതായാലും ആ സ്ഥലം കണ്ടു. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും എടപ്പുഴ അംബേദ്കർ കോളനിയിലെ ഒരു ഭീകരമായ ഒരവസ്ഥ നിങ്ങൾ കണ്ടു. ആ പ്രദേശം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആളുകളുടെ ആ ഒരു 2-3 വീട്ടുകാരുടെ നിരവധിയായ കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. അവരാരും ഇവിടെ താമസമില്ല എന്ന് പറയുന്നത്. നമുക്ക് ഈ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ട് ടാർ ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഇരുവശം കൈവരിയൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊന്നും ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല, ആളുകളൊന്നും താമസിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും ആളുകൾക്ക് ജീവൻ സുരക്ഷിതമായിട്ട് നിലനിർത്താനായിട്ടുള്ളൊരു കാര്യം ഇവിടെ ചെയ്ത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആളുകളെല്ലാം ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ആളുകൾ ഈ സ്ഥലമൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മനുഷ്യരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എത്ര സ്ഥലവും സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല. വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം അത് ശാശ്വതമായിട്ട് തന്നെ ആക്കി കൊടുക്കാതെ ഒരു മനുഷ്യരും എവിടെ നിൽക്കാൻ പോകുന്നില്ല. എല്ലാവരും അവരവരുടെ സുരക്ഷ നോക്കി പോകും. ഏതായാലും നമ്മൾ ആ ഭീകരമായ കാഴ്ച കൊണ്ട് വളരെ പരിതാപകരമെന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.